ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള തിരുത്തൽ നടപടികളുടെ ഭാഗമായി വടിയെടുത്തിരിക്കുകയാണ് CPM. സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മുൻഗണനാക്രമം 3 ദിവസങ്ങളിലായി CPM സംസ്ഥാന നേതൃയോഗം സർക്കാരിന് മുൻപിൽ വച്ചിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമാകുമെന്ന് കരുതി മുൻഗണന നിശ്ചയിക്കാതെയാണ് ഇതുവരെ സർക്കാർ പ്രവർത്തിച്ചതെന്നും കേന്ദ്ര നയം മൂലം സാമ്പത്തിക സ്ഥിതി മോശമായതിനാലാണ് മുൻഗണനാക്രമം നിർദ്ദേശിച്ചതെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചിരുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാർ കൂടുതൽ വ്യക്തതയോടെ കൈകാര്യം ചെയ്യുമെന്നും 3 ദിവസങ്ങളായി ചേർന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുത്തിനെ ഉയർത്തി 2023 ഏപ്രിലിലെ തീരുമാനം പുനഃപരിശോധിക്കാൻ സർക്കാരിന് CPM നിർദ്ദേശം നൽകുകയായിരുന്നു. പെർമിറ്റ് ഫീസിലെ വൻ വർധനവ് വ്യാപക പ്രതിഷേധത്തിന് കാരണമായെങ്കിലും പുനഃപരിശോധിക്കില്ല എന്ന നിലപാടാണ് സർക്കാർ ഇതുവരെയും സ്വീകരിച്ചിരുന്നതെങ്കിലും പൊടുന്നനെ നയം മാറ്റം വരുത്തുകയായിരുന്നു. ഇതിനു പുറമെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. 60% വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാവുന്ന കുറവ്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്നും കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക്. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളിലെ പെർമിറ്റ് ഫീസ് 60% കുറയ്ക്കും. പുതിയ നിരക്കുകൾ ആഗസ്റ്റ് 1 മുതലാകും നിലവിൽ വരിക. സർക്കാർ ഈ പഴി മുഴുവൻ ചുമക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടിയായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ 50%-ലധികം ഏതാണ്ട് 60% വരുന്ന ഇളവുകൾ വരുന്നുണ്ട്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. 81 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയും. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ. ഇതിന്റെ വിശദമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% വരെ പെർമിറ്റ് ഫീ കുറയും. അതെ, 50% എന്ന് നിങ്ങൾ അതിൽ ഒരു വാക്കിൽ പിടിച്ചിട്ട് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട. 50% കുറയും. കോർപ്പറേഷനിൽ 81 മുതൽ 180 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് ഏതാണ്ട് 60%-ഓളം കുറയുന്നുണ്ട്. കാരണം അവിടെയാണ് ഗണ്യമായ വർധനവ് വന്നത്. കോർപ്പറേഷനിൽ വർധനവിന്റെ തോത് കുറച്ച് ഉയർന്നതായിരുന്നു. അതെ, 81 മുതൽ 150 വരെ. ഏറ്റവും താഴത്തെ സ്ലാബ്, ഏറ്റവും താഴത്തെ 80 വരെയുള്ളതാണ്. അതിനും രണ്ടാമത്തെ സ്ലാബിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 50 രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർദ്ധിപ്പിച്ചത്. അത് 25 രൂപയായി കുറയും. 50%-ന്റെ കുറവ്. മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി 81, 150 70 വർദ്ധിപ്പിച്ചത്. അത് 35 കുറയും. കോർപ്പറേഷനിൽ 100 വർദ്ധിപ്പിച്ചത്. അത് 40 രൂപയായിട്ട് കുറയും. ഈ 81 മുതൽ 150 വരെയുള്ള കാറ്റഗറി. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ പഞ്ചായത്തുകളിൽ 150 കുറയും. മുനിസിപ്പാലിറ്റികളിൽ 120 60 കുറയും. കോർപ്പറേഷനിൽ 150 70 കുറയും. 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ വീടുകളുടെ നിരക്ക് പഞ്ചായത്തിൽ 150-ൽ നിന്ന് 100 കുറയും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും 200-ൽ നിന്ന് 150 ആകും. അതായത് 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളവരുടെ കുറയുന്ന നിരക്ക് 33%.
300 സ്ക്വയർ മീറ്ററിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3200 സ്ക്വയർ ഫീറ്റ് വരും. അതിന് മുകളിലുള്ളവർക്ക് കുറയുന്നത് 33%, 1/3 കുറയും. മറ്റുള്ളവർക്ക്, അതിൽ താഴെയുള്ളവർക്ക് പകുതി കുറയും. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 81 മുതൽ 300 വരെയുള്ളത് നിലവിലുള്ള നിരക്കിന്റെ പകുതി കുറയും. വർദ്ധിപ്പിച്ച നിരക്കിന്റെ പകുതി ആയിട്ടത് കുറയ്ക്കും. 300-ന് മുകളിലുള്ളത് 1/3 നിരക്ക് കുറയും. ഇതേപോലെ വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും കുറവുണ്ട്. ഓരോ സ്ലാബിലും അതിലും കുറവ് വരുന്നുണ്ട്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട 1 വർഷത്തെ വസ്തുനികുതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം, അതായത് ഏപ്രിൽ 30-നകം, ആദ്യത്തെ മാസം ഏപ്രിൽ 30-നകം ഒടുക്കുകയാണെങ്കിൽ 5% ഇളവും അവർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. വസ്തുനികുതി സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ മാസം തന്നെ അടയ്ക്കുന്നവർക്ക് 5% ഇളവും നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതാണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. വേറെ കുറച്ചധികം കാര്യങ്ങളുണ്ട്, അത് മറ്റൊരവസരത്തിൽ പറയാം. കുറച്ചുകൂടി സമഗ്രമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾക്ക് സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അത് പിന്നീടൊരു അവസരത്തിൽ അത് വിശദീകരിക്കുന്നതാണ്. ഇതിപ്പോൾ നികുതിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.